നമസ്കാരം. കേന്ദ്ര സർക്കാർ വഖഫ് നിയമത്തിൽ കൊണ്ടുവന്ന ഭേദഗതികൾക്ക് ഭാഗിക സ്റ്റേ അനുവദിച്ചിരിക്കുകയാണ് സുപ്രീം കോടതി. നിയമവുമായി ബന്ധപ്പെട്ട ചില വ്യവസ്ഥകൾ മാത്രമാണ് സ്റ്റേ അനുവദിക്കാൻ കോടതി തയ്യാറായിരിക്കുന്നത്. വഖഫ് സമർപ്പണത്തിനെതിരെ കുറിച്ചുള്ള നിയമ ഭേദഗതിയായിരുന്നു ഇതിൽ പ്രധാനവും. വഖഫ് സമർപ്പിക്കുന്നയാൾ ഇസ്ലാം മതം 5 വർഷമായി പിന്തുടർന്ന ആളായിരിക്കണം എന്ന ഭേദഗതിയിലെ വ്യവസ്ഥയാണ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തത്. ഇതു സംബന്ധിച്ച സംസ്ഥാന സർക്കാരുകൾ നിയമങ്ങൾ രൂപീകരിക്കുന്നത് വരെയാണ് കോടതി സ്റ്റേ നൽകിയത്. ഏകപക്ഷീയമായി അധികാരം പ്രയോഗിക്കുന്നതിലേക്ക് ഈ വ്യവസ്ഥ കാരണമാവും എന്നു കണ്ടാൽ സ്റ്റേ അനുവദിച്ചത്. ചീഫ് ജസ്റ്റിസ് BR ഗവായ്, ജസ്റ്റിസ് AG മസിഹ് എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് ഇടപെടൽ. സർക്കാർ ഭൂമി കൈയേറി വഖഫിലേക്ക് മാറ്റിയിട്ടുണ്ടോ എന്ന തർക്കം തീർപ്പാക്കാൻ സർക്കാരിന്റെ നിയുക്ത ഉദ്യോഗസ്ഥനെ അനുവദിക്കുന്ന വ്യവസ്ഥയിലാണ് മറ്റൊരു ഇടപെടൽ നടത്തിയത്. ഒരു എക്സിക്യൂട്ടീവ് ഉദ്യോഗസ്ഥന് പൗരന്മാരുടെ വ്യക്തിപരമായ അവകാശങ്ങളിൽ തീർപ്പ് കൽപ്പിക്കാൻ അനുവാദം നൽകാനാവില്ല എന്നും ഇത് അധികാര വിഭജനത്തിന്റെ ലംഘനമാകുമെന്ന് നിരീക്ഷിച്ചുകൊണ്ടായിരുന്നു സ്റ്റേ ചെയ്തത്. അതേസമയം വഖഫ് ബോർഡുകളിലേക്ക് അമുസ്ലിം അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാൻ അനുവദിക്കുന്ന വ്യവസ്ഥ സ്റ്റേ ചെയ്തിട്ടില്ല. എന്നിരുന്നാലും സാധ്യമാകുന്നിടത്തോളം ബോർഡിലെ എക്സ് ഒഫീഷ്യൽ അംഗം ഒരു മുസ്ലിം ആയിരിക്കണമെന്നും കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. കേന്ദ്ര വഖഫ് കൗൺസിലിൽ 4-ൽ കൂടുതലും അമുസ്ലിം അംഗങ്ങൾ ഉണ്ടാവരുതെന്നും സംസ്ഥാന വഖഫ് ബോർഡിൽ മുന്നിൽ കൂടുതൽ അമുസ്ലിം അംഗങ്ങൾ ഉണ്ടാകരുതെന്നും കോടതി നിരീക്ഷിച്ചു. രജിസ്ട്രേഷൻ നിർബന്ധമാക്കുന്നതിന് ഒരു പുതിയ വ്യവസ്ഥയില്ലെന്നും കോടതി വ്യക്തമാക്കി. 1995-ലെയും 2013-ലെയും മുൻ നിയമങ്ങളിൽ ഈ നിബന്ധന ഉണ്ടായിരുന്നുവെന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതി ഈ വ്യവസ്ഥയിൽ ഇടപെടില്ല. അതേസമയം രജിസ്ട്രേഷനുള്ള സമയപരിധി കോടതി നീട്ടി നൽകിയിട്ടുണ്ട്. തങ്ങളുടെ നിരീക്ഷണങ്ങൾ പ്രഥമദൃഷ്ടിയാൽ മാത്രമുള്ളതാണെന്നും നിയമത്തിന്റെ സാധുതയെ ചോദ്യം ചെയ്ത് കക്ഷികൾക്ക് കൂടുതൽ വാദങ്ങൾ ഉന്നയിക്കുന്നതിന് ഇത് തടസ്സമാകില്ലെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. വഖഫ് ഭേദഗതി നിയമം ലോക്സഭയിൽ ഏപ്രിൽ 3-നും രാജ്യസഭയിൽ ഏപ്രിൽ 4-നും പാസാക്കിയിരുന്നു. ഭേദഗതി നിയമത്തിന് ഏപ്രിൽ 5-ന് രാഷ്ട്രപതിയുടെ അംഗീകാരവും ലഭിക്കുകയുണ്ടായി. ഭേദഗതിയുടെ സാധ്യതയെ ചോദ്യം ചെയ്തുകൊണ്ടാണ് കോൺഗ്രസ് MP മുഹമ്മദ് ജാവേദ്, AIMIM MP അസുദ്ദീൻ ഉസ്രി എന്നിവരുൾപ്പെടെയുള്ള സുപ്രീം കോടതിയുടെ ഒരു കൂട്ടം ഹർജികൾ ഫയൽ ചെയ്തിരുന്നത്. ഭേദഗതികൾ മുസ്ലിം മതസ്ഥാപനങ്ങളെ തിരഞ്ഞെടുത്ത് ലക്ഷ്യം വെക്കുന്നുവെന്നും സ്വന്തം മതകാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള സമുദായത്തിന്റെ ഭരണഘടനാപരമായ അവകാശത്തിൽ ഇടപെടുന്നു എന്നുമാണ് ഹർജിക്കാർ വാദിച്ചത്. ഭേദഗതിയെ പിന്തുണച്ചുകൊണ്ട് BJP അധികാരത്തിലുള്ള 6 സംസ്ഥാനങ്ങളും സുപ്രീം കോടതിയെ സമീപിച്ചു. ഹരിയാന, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, അസം എന്നീ സംസ്ഥാനങ്ങളാണ് കക്ഷി ചേരാനുള്ള അപേക്ഷകൾ നൽകിയിരിക്കുന്നത്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വിളിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച